അഭ്യാസാധ്യാരതേ വിദ്യ കുലം ശീലേന ധാര്യത്തെ ഗുണേന ജ്ഞായതേ ത്വാര്യ കോപോ നേത്രേണ ഗമ്യത്തെ. വിദ്യ നിരന്തരമായ അഭ്യാസം കൊണ്ട് നിലനിൽക്കുന്നു. കുലമഹിമ സ്വഭാവ ഗുണം കൊണ്ട് നിലനിൽക്കുന്നു. ശ്രേഷ്ഠൻ അയാളുടെ ഗുണങ്ങളിലൂടെയും ക്രോധം ഒരാളുടെ കണ്ണുകളിലൂടെയും തിരിച്ചറിയപ്പെടുന്നു. ഇതാണ് ചാണക്യൻ ഈ ശ്ലോകത്തിൽ നിർവചിക്കുന്നത്. ചാണക്യനീതിയിലെ വളരെ പ്രസക്തമായ ഒരു ശ്ലോകമാണിത്. ഒരാൾ എന്തെല്ലാം വിദ്യകൾ സ്വന്തമാക്കിയ ആളാണെങ്കിലും ആ വിദ്യ മനസ്സിലും ബുദ്ധിയിലും സൂക്ഷിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വിദ്യയ്ക്ക് പ്രായോഗികത വളരെ കുറവ് തന്നെയായിരിക്കും. നേടിയെടുത്ത വിദ്യയെ അഭ്യാസം കൊണ്ട് സ്ഫുടം ചെയ്യാതെ ഒരിക്കലും ഒരാൾ വിദ്വാനാവുകയില്ല. പുസ്തകത്തിൽ നിന്നും നീന്തൽ പഠിച്ച് കുളത്തിൽ ചാടുന്നത് പോലെ ഒരവസ്ഥയായിരിക്കും അത്തരം അഭ്യാസമില്ലാത്ത വിദ്യ കയ്യിലുള്ളതുകൊണ്ടുള്ള ഗുണം. അതുകൊണ്ടാണ് പറയുന്നത് വിദ്യ അഭ്യാസം കൊണ്ടാണ് നിലനിൽക്കുക എന്ന്. ചാണക്യൻ പറയുന്നു, കുലമഹിമ സ്വഭാവ ഗുണം കൊണ്ടാണ് നിലനിൽക്കുക. എല്ലാവരും തൻ്റെ കുലത്തിൻ്റെ മഹിമ പറയുവാൻ വളരെ മിടുക്ക് കാണിക്കുന്നവരാണ്. സ്വന്തം കുടുംബത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മതത്തിൻ്റെയോ പാരമ്പര്യത്തിൽ ഗർവ് കാണിക്കുവാൻ ആരും പിന്നിലല്ല. എന്നാൽ കുലമഹിമ തൻ്റെ നാവിൻ തുമ്പിലെ വീരവാദങ്ങൾ കൊണ്ടല്ല നിലനിർത്തേണ്ടത്. കുലമഹിമയെ നിലനിർത്തേണ്ടത് അതിനനുസരിച്ചുള്ള സ്വഭാവ ഗുണം കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. മൂന്നാമതായി ചാണക്യൻ പറയുന്നു, ശ്രേഷ്ഠൻ അയാളുടെ ഗുണങ്ങളിലൂടെയാണ് തിരിച്ചറിയപ്പെടുക. ഒരാൾ ശ്രേഷ്ഠനാണോ എന്നത് അയാൾ പറയേണ്ടതില്ല, അത് മറ്റാരും പറയേണ്ടതില്ല. ആ വ്യക്തി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവരിലെ ഗുണങ്ങൾ ബഹിർഗമിക്കപ്പെടും. ഒരിക്കലും ഒരാളുടെ സ്വാഭാവിക ഗുണങ്ങളെ കൂടുതൽ സമയം മറച്ചുവെക്കുവാൻ സാധ്യമേയല്ല. നാലാമതായി ചാണക്യൻ പറയുന്നു, ക്രോധം കണ്ണുകളിലൂടെ തിരിച്ചറിയപ്പെടുന്നു. ഒരു വ്യക്തി ക്രോധിയാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അത് കണ്ണുകളിലൂടെയായിരിക്കും പുറത്തേക്ക് അറിയപ്പെടുക. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ചാണക്യൻ നമ്മൾക്ക് വേണ്ടി നൽകുന്ന തിരിച്ചറിവ്. ജ്ഞാനം പ്രചണ്ഡം രാജനിതജ്ഞ